മലയാളത്തിലെ മൾട്ടി സ്റ്റാർ ചിത്രം ലാലേട്ടൻ, മമ്മൂക്ക, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത് ആൻ മെഗാ മീഡിയയുടെ ബാനറിൽ ആൻഡോ ജോസഫാണ്. സിനിമയുടെ ചിത്രീകരണമൊക്കെ പൂർത്തിയായി. ഇനി സിനിമയുടെ റിലീസിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. വരുന്ന ഏപ്രിൽ 23 സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. എന്നാൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് യാതൊരുവിധ തരത്തിലുള്ള പ്രൊമോഷനും ഈ സിനിമയ്ക്ക് ഇല്ലാതെ മലയാളത്തിൽ തന്നെ വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം. എനിക്ക് 2020 എന്ന സിനിമയ്ക്ക് ശേഷം വലിയൊരു സിനിമയായിട്ടാണ് നമുക്ക് മുന്നിലെത്തുന്നത്. വിദേശ രാജ്യങ്ങളിലായിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. ശ്രീലങ്ക, അസർബൈജാൻ, അതുപോലെ തന്നെ ദുബൈ, UK അങ്ങനെ പല രാജ്യങ്ങളിലായിട്ടാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തീകരിച്ച് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം തീർന്നു. സിനിമ സംവിധാനം ചെയ്യുന്നത് മഹേഷ് നാരായണനാണ്. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ടീസർ മാത്രമാണ് ഇതുവരെ ഈ സിനിമയുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ സിനിമയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി. ഈ മാതൃഭൂമി ന്യൂസിനകത്ത് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാമിനകത്ത് മഹേഷ് നാരായണനോട് ഈ സിനിമയെക്കുറിച്ചിട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. നമുക്കതായാലും ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയുണ്ട് മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. ഒന്ന് പിന്നെ പാട്രിയറ്റ് ആണ്. പാട്രിയറ്റ് മൂവി ഡേറ്റ് പറയാലോ, ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. April 23 ആണ് റിലീസ്. ഇറ്റ്സ് എ ബിഗ് മൂവി for us, for all of us. You see it as a filmmaker, we see it as fanboy, fangirl thing. ഇതിൻ്റെ ബഡ്ജറ്റ്, ഇതിൻ്റെ കവർ ചെയ്ത ലൊക്കേഷൻസ്, ഇതും കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ മഹേഷ് can ഷെയർ ചെയ്ത്. രണ്ടാമത് എനിക്ക് അറിയേണ്ട ഒരു പോയിന്റ്, നമ്മൾ ഇങ്ങനത്തെ മൾട്ടി സ്റ്റാർ മൂവീസ് വരുമ്പോൾ ഒരു ഫേസ് ഓഫ് മൊമെൻ്റ് ഉണ്ടാവും, ഒരു പീക്ക് പോയിന്റ് ഉണ്ടാവും. ഇപ്പം നമ്മളത് ബാഹുബലിയിൽ കണ്ടിട്ടുണ്ട്, 2020 കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല മൂവിയിലും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പൾവാൾ ദേവനും മറ്റേ ബാഹുബലിയും കൂടി നിൽക്കുന്ന മുഖങ്ങൾ, അങ്ങനത്തെ പീക്ക് മൊമെൻറ്റ്സ് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നെങ്കിലും പറഞ്ഞാൽ, രണ്ടെണ്ണമായാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. See, definitely that film has got a lot of surprises. ഒരുപാട് സർപ്രൈസുകൾ ഉള്ളൊരു സിനിമ. കാരണം ഞാനത് ഒരു കമേഴ്ഷ്യൽ റൈഡായിട്ട് തന്നെയാണ് ഞാനതിനെ കാണുന്നതും. ആൻഡ് ഞാനത് എനിക്ക് മമ്മൂക്കയുടെ അടുത്തോട്ട് ഒരു കഥ നമുക്ക് എഴുതി വരുമ്പോൾ ഇത് മമ്മൂക്കയോട് പറയാം എന്ന് തോന്നിപ്പോയൊരു ഒരു കഥയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വളർന്നത് മൊത്തം. ഫഹദുണ്ടായി, ചാക്കോച്ചൻ വന്നു, ലാൽ സാർ വന്നു, പിന്നെ രേവതി ചേച്ചി വന്നു, ബാക്കിയുള്ള ആക്ടേഴ്സ് എല്ലാം വന്നു. സോ ഞാനതിനകത്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കൊരു കമേഴ്ഷ്യൽ സിനിമ പ്രസൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ അതിനകത്തൊരു പുതിയ ലാംഗ്വേജ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർമുലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് പറയാൻ പറ്റത്തില്ല. ദർ ഇസ് സംതിങ് വിച്ച് ഇസ് യുണീക്ക് ഇൻ ദാറ്റ് ഫിലിം. ഓൾസോ ഇറ്റ്സ് പൊളിറ്റിക്കൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് എന്താ പറയുന്നത്, ഫാൻസ് മൊമെൻറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ദർ ആർ മൊമെൻറ്റ്സ്, സം ഗുഡ് മൊമെൻറ്റ്സ് വിച്ച് ആർ ഞങ്ങൾ ചെറിഷ് ചെയ്യുന്ന മൊമെൻറ്റ്സ്. കാരണം പറയാൻ പറ്റില്ല, അത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് വി കുഡ് ആക്ച്വലി വി ഹാഡ് ലൈക്ക് ഒരു 10 ദിവസത്തോളം മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ടുഗദർ പെർഫോമിങ്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല. അപ്പോൾ ഈ സിനിമയുടെ പ്രൊമോഷൻ എന്താണ് ഇല്ലാത്തതെന്ന് ആരാധകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുണ്ട്. കാരണം മമ്മൂട്ടി സിനിമകൾ പൊതുവെ പ്രൊമോഷൻ കുറവുള്ള സിനിമ. ഇപ്പോൾ മമ്മൂട്ടി കമ്പനി എടുത്തിട്ടുള്ള സിനിമകളാണെങ്കിലും കൊള്ളാം. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും അവസാനമായിട്ട് കളങ്കാവൽ എന്ന സിനിമ 100 കോടി ക്ലബിൽ കയറേണ്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് വീക്ക് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൊമോഷൻ നേരെ താഴോട്ട് ഇടിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു സിനിമയുടെ ഒരു കളക്ഷൻ നേടുന്നത് ആ സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ തന്നെയാണ്. മറ്റ് പല കമ്പനികളുടെ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ സിനിമകൾ പിന്നീടുള്ള ആഴ്ചകളിൽ തിയേറ്ററിലേക്ക് ആളെ ആകർഷിക്കുന്നത്. അതിപ്പം ഈ പാട്രിയോട്ട് എന്ന സിനിമ ആണെങ്കിൽ പോലും ഇത്രയും വലിയൊരു താരനിര എത്തുന്ന ഒരു സിനിമ, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുന്ന ഒരു സിനിമ, മൾട്ടി സ്റ്റാർ ചിത്രം, 5 ഭാഷയിൽ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമ. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചിട്ട് ആകെ വന്നിട്ടുള്ളത് ഒരു ടീസറും പിന്നെ കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. റിലീസ് ചെയ്ത സമയത്ത് ആരാധകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള എന്താ പറയുക, ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ള ചില പോട്ടികളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം 2020 എന്ന സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും മമ്മൂക്കായ സെൻട്രൽ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം സൈഡിൽ നിൽക്കുന്നു, അത് മമ്മൂക്കാക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതിപ്പോഴും ഈ ഒരു പാട്രിയോട്ട് എന്ന സിനിമയ്ക്കകത്ത് വന്നത്. മമ്മൂക്കായാണ് സിനിമയിൽ മെയിൻ ഹീറോ ആയിട്ട് എത്തുന്നത്. ലാലേട്ടൻ ഇതിനകത്തൊരു ക്യാമിയോ റോളിലാണ് എത്തുന്നത്. ക്യാമിയോ മീൻസ് ഒരു ഹാഫ് ആൻ അവറോളം ലാലേട്ടൻ ഈ സിനിമയ്ക്കകത്തുണ്ട് എന്നാണ് അറിയുന്നത്. മമ്മൂക്കായും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആരാധകർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഈ സിനിമയുടെ
ഷൂട്ടിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മൾ ഈ സിനിമ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. ഏപ്രിൽ 23 വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. രണ്ടുപേരുടെ ആരാധകരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സിനിമ നന്നായി വരട്ടെ. അപ്പം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതൊരു എല്ലാവർക്കും